സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നണമേ ദൈവമേ. സ്നേഹാധീനനായ നമ്മുടെ ഉദ്ഘാടക നമ്മുടെ സ്നേഹമാനപ്പെട്ട ജിനു അച്ഛൻ, നമ്മുടെ ലോക കോർഡിനേറ്റർ ബിജു മണനാൾ, നമ്മുടെ കുടുംബത്തിലെ ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് നമ്മൾ ഇന്നിവിടെ ഈ വാർഷിക ആഘോഷമായിട്ട് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരുമിച്ച് കൂടുക, പ്രാർത്ഥിക്കുക, സഭാ നേതാക്കന്മാര് ആ മീറ്റിംഗിൽ പങ്കെടുക്കുക, വാർഷിക റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുക, തുറന്ന ചർച്ചകൾ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. നമ്മുടെ ഇടവകയിലെ 14 കാലഘട്ടത്തിൽ എങ്ങനെ കുട്ടികളെ യേശുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന നമ്മുടെ ഇടവക വികാരി പ്രിയപ്പെട്ട ജിനു അച്ഛനെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. വിശുദ്ധ അഗസ്തിനോസ് വാർഡിന്റെ വാർഷിക ആഘോഷത്തിൽ അധ്യക്ഷനായിരിക്കുന്ന പ്രിയപ്പെട്ട ഇടവക കോർഡിനേറ്റർ നിയുക്ത മാസ്റ്റർ ഇൻചാർജായ ബഹുമാനപ്പെട്ട ബിജു മണനാൾ സാറെ, പ്രിയ സിസ്റ്റേഴ്സ്, വാർഡിന്റെ പ്രതിനിധികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, കൺഫെഷൻസ് എന്നൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകം വളരെ പ്രശസ്തമാണ്. തന്റെ ജീവിതത്തിലൂടെ ദൈവം കാണിച്ചു കൊടുത്ത വഴികളെ കുറിച്ചുള്ള വിചിന്തനമാണ് കൺഫെഷൻസിൽ സൂചിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകങ്ങളൊക്കെ നമ്മളെടുത്ത് വായിക്കണം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ പരിശുദ്ധത്വത്തെ കുറിച്ചും സഭയെക്കുറിച്ചും എക്ലീസിയോളജി, അതുപോലെ ക്രിസ്റ്റോളജി, ന്യൂമറ്റോളജി, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രം, ഇത്തരം പുസ്തകങ്ങളെല്ലാം നമ്മൾക്ക് ഇന്നും പഠിക്കാനും വിചിന്തനം നൽകാനും പര്യാപ്തമായ രീതിയിൽ ആഴമേറിയ വെളിപാടുകള് വിശുദ്ധന് പരിശുദ്ധ റൂഹ വഴി ലഭിച്ചത് ഇന്നും പ്രസക്തമാണ്. അതുകൊണ്ട് ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാന വ്യക്തികളുടെയും ആത്മീയ വളർച്ചയുടെയും കുടുംബങ്ങളുടെ ഒരുമയും ലക്ഷ്യമാക്കി സഭയെയും സമൂഹത്തെയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 2019 തലശ്ശേരി അതിരൂപത കുടുംബ കൂട്ടായ്മ വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി നമ്മുടെ ഇടവകയിലും കൂട്ടായ്മകൾ രൂപീകരിച്ചു. അതിന്റെ ഭാഗമായി 24/1/2019 എബ്രഹാം മറ്റപ്പള്ളിയുടെ ഭവനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട തോമസ് മുണ്ടമറ്റത്തിൽ അച്ഛന്റെയും സിസ്റ്റേഴ്സിന്റെയും നേതൃത്വത്തിൽ സെന്റ് അഗസ്റ്റിൻ വാർഡിന് രൂപം നൽകി. 2018-19 വർഷങ്ങളിൽ മാസയോഗങ്ങളും 2 വാർഷിക യോഗങ്ങളും നടത്തപ്പെട്ടു. എന്നാൽ 2020 കോവിഡ് വരാൻ സാധിക്കുന്നവർ 70% പേരുണ്ട്. 2024-25 വർഷത്തിൽ 14 കുടുംബ യോഗങ്ങൾ നടന്നു. കൂടാതെ നിശ്ചയിക്കപ്പെട്ട അവസരങ്ങളിൽ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആരാധനയും അനുബന്ധ ശുശ്രൂഷകളും നടന്നു വരുന്നു. വലിയ നോയമ്പ് കാലത്ത് നടത്തിയ കുരിശിന്റെ വഴി, വീട് വെഞ്ചിപ്പ് എന്നിവ അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് അനുഗ്രഹപ്രദമായിരുന്നു. ഒക്ടോബർ മാസം 2 ഗ്രൂപ്പുകളായി തിരിച്ച് ഭവനങ്ങളിൽ നടത്തിയ ജപമാലയും പ്രാർത്ഥനയും ജപമാല റാലിയുടെ അമ്മയുടെ അനുഗ്രഹത്താൽ ഭംഗിയും ഭക്തിപൂർവ്വമായി ചെയ്യാൻ സാധിച്ചു. എല്ലാ കൂട്ടായ്മകളിലും ബഹുമാനപ്പെട്ട വികാരിയത്തിന്റെയും സിസ്റ്റേഴ്സിന്റെയും സാന്നിധ്യം ആത്മീയമായ ഉണർവ് അംഗങ്ങൾക്കുണ്ടാകുന്നു. മാസയോഗങ്ങളിൽ ജന്മദിനം, വിവാഹ വാർഷികം ഇവ ആഘോഷിക്കുന്നവരെ പൂവും ചെറിയ സമ്മാനങ്ങളും നൽകി ആദരിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു.